നമുക്ക് 3 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് STP, ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. STP ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക STP. ഓക്കെ, സോ എസ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ ദ റെസ്പോൺസ്. എസ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടാർഗറ്റിംഗ്, പി എന്ന് പറഞ്ഞാൽ പൊസിഷനിങ്. ഈ ഒരു കഥയുണ്ട്. അതായത് ഞാൻ മാർക്കറ്റിംഗ് വർഷങ്ങളായിട്ട്, അതായത് എനിക്കൊന്ന് 16 വർഷം കൊണ്ട് ഞാൻ മാർക്കറ്റിംഗ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് STP എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും STP എന്നിങ്ങനെ പറയും. എന്നാൽ അത് സത്യം പറഞ്ഞാൽ ആ ഒരു STP അല്ലെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിലല്ല നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും ഒരു തിയററ്റിക്കൽ ബേസിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ പറഞ്ഞത്. നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു ബുക്ക് വായിക്കുന്നു, അതിനകത്തുള്ള നോളജ് എടുക്കുന്നു, അത് ഇംപ്ലിമെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് എക്സാമ്പിളോട് കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനൊരു എനിക്ക് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഓരോ ടേമും അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതുമായിട്ടുള്ള പല ടേംസിൻ്റെയും ഇൻഡെപ്ത് നോളജ് എനിക്ക് അറിയാൻ പറ്റിയത്. സോ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാർക്കറ്റ് വലുതാണ്. സോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലുതാണല്ലേ. സോ നമുക്ക് ചുറ്റുപാട് മാർക്കറ്റ് ഉണ്ടല്ലേ. സോ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. സോ ചുറ്റുപാട് നമ്മുടെ മാർക്കറ്റുകളാണ്. ഈ മാർക്കറ്റിനെയൊക്കെ നമ്മൾ കട്ട് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ പാർട്ടാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു സോപ്പ് എടുക്കുക. ഇപ്പം നമ്മൾ കുളിക്കുന്ന സോപ്പും ഉണ്ട്, നമുക്ക് തുണി കഴുകുന്ന സോപ്പും ഉണ്ട്. ഈ കുളിക്കുന്ന സോപ്പ് എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റേഷനാണ്. നമ്മുടെ ക്ലോത്ത് വാഷ് ചെയ്യുന്ന സോപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു സെഗ്മെന്റേഷനാണ്. ഈ സോപ്പിൽ തന്നെ പല ബ്രാൻഡുണ്ട്. പിങ്ക് കളറുള്ള സോപ്പുണ്ട്, വൈറ്റ് കളറിലുള്ളതുണ്ട്, അല്ലെങ്കിൽ പൈസ കൂടിയതുണ്ട്, പൈസ കുറഞ്ഞതുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. നിങ്ങളൊരു ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മാർജിൻ ഫ്രീയിൽ പോകുമ്പോൾ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് എടുക്കുക. ടൂത്ത് പേസ്റ്റ് തന്നെ ഉപ്പുള്ളതുണ്ട്, ഉപ്പില്ലാത്തതുണ്ട്, റെഡ് കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, എന്താണ് പല്ല് വേദനയ്ക്ക് ഉള്ളതുണ്ട്, പല്ല് വേദന വരാതിരിക്കാത്തുള്ള, ഇങ്ങനെയൊക്കെ സെഗ്മെന്റേഷൻ ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും ഈ സെഗ്മെന്റേഷൻ ചെയ്യുന്നത്? എന്തിനായിരിക്കും സെഗ്മെന്റേഷൻ ചെയ്യുന്നത്? നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണോ? നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഡക്റ്റിനകത്ത് സെഗ്മെന്റേഷൻസ് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സെഗ്മെന്റേഷൻ നമുക്ക് പല രീതിക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ വിപണിയെ വിഭജിക്കുന്നതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിപണിയെ വിഭജിക്കുന്നതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മുഴുവനായിട്ടുള്ള ഒരു മാർക്കറ്റിനെ വിപണിയെ വിഭജിക്കുന്ന പറയുമ്പോൾ മുഴുവനായിട്ടുള്ള മാർക്കറ്റിനെ പകുതി 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 ഇങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെഗ്മെന്റേഷൻ തന്നെ പല രീതിക്ക് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ. ഈ ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെങ്കിലും ആ പ്രോഡക്റ്റ് എത്തിക്കേണ്ട ഒരു പ്രായമുള്ള ആൾക്കാർ കാണും അല്ലേ. ഇപ്പൊ ചിലത് കുട്ടികൾക്കായിരിക്കാം, ചിലത് 25 വയസ്സ് മുതൽ 50 വയസ്സുള്ളവരായിരിക്കാം, ചിലർ 50 വയസ്സിന് ശേഷമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ 70 വയസ്സിന് ശേഷമുള്ളവരായിരിക്കാം. സോ ഇങ്ങനെ നമ്മളൊരു ഗ്രൂപ്പിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എന്തായിട്ട് പറയുന്നത്, നമ്മുടെ ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ വയസ്സ് മാത്രമല്ല, നമ്മുടെ വയസ്സ് വരാറുണ്ട്, ജെൻഡർ വരാറുണ്ട്. ചില പ്രോഡക്ട്സ് നമ്മൾ എന്തായിരിക്കും ലേഡീസിന് മാത്രമായിരിക്കും, ചില പ്രോഡക്ട്സ് ജെൻസിന് മാത്രമായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് അടുത്ത വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹൗസ് വൈഫിന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സിന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ വർക്കിംഗ് വിമനിന് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തോളൂ. നിങ്ങൾ ഇതാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനകത്ത് ഉണ്ടോ? അതായത് ഏജ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ഇൻകം വൈസ് ഉണ്ടായിരിക്കണം, അതുപോലെ ഒരു ജെൻഡർ നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം, ഏതെങ്കിലും ഒരു ഒരു ഏരിയയിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ സെഗ്മെന്റേഷൻ ഇനിയും ഉണ്ട്, ഇതൊരു സെഗ്മെന്റേഷൻ ആയുള്ളൂ. ഇനി അടുത്ത് വരുന്ന ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ ആണ്. സോ ജിയോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളമുണ്ട്, നമുക്ക്
ചില പ്രോഡക്ട്സ് നമ്മൾ ലോക്കലി മാത്രമായിരിക്കും, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. കുറച്ചും കൂടി പോകണമെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും. അതും കൂടി കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും ഇന്റർനാഷണൽ പ്രോഡക്ട്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്ട്സിനെ പല സ്ഥലങ്ങളിലോട്ട് പോകുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയും? ജോഗ്രഫിക് ആയിട്ട് പറയും. സോ പല ഏരിയാസിലോട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ എന്തായിട്ട് പറയും? ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയാം. സോ ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ബിസിനസ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പൊസിഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തായിട്ട് വന്ന സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. സോ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ആൾക്കാരുടെയും ഒരു മെന്റൽ എബിലിറ്റീസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻസ് കൊടുക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക്, അതായത് അവർക്ക് എന്താണോ വേണ്ടത്. ഇപ്പം ചില ആൾക്കാർക്ക് വേണ്ടത് ഒരിപ്പം ഇപ്പം ഞാനിപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാർക്ക് ചിലപ്പം ബിസിനസ് അപ്ഗ്രേഡ് മാത്രമായിരിക്കും വേണ്ടത്. ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ ഹെൽത്തിന്റെ പ്രോഡക്ട്സ് ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ സൈക്കോഗ്രാഫിക്, അതായത് അവർക്ക് എന്താണോ വേണ്ടത് എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഇപ്പം ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കും. സോ ഇതെല്ലാം കൂടി കൂട്ടി ചേർത്തുകൊണ്ട് എനിക്കൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. അതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആയിട്ട് പറയുന്നത്. നമ്മൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ നമ്മൾ സെഗ്മെന്റ് ചെയ്യുക. അതുകൊണ്ടാണ് ചില ആൾക്കാർ ചില പ്രോഡക്ട്സ് വരുമ്പം ചില ആൾക്കാർ സെൽഫ് ഗ്രോത്തിനുള്ള പ്രോഡക്ട്സ്, ഇപ്പം സെൽഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ മൈൻഡ് കോച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറയുക, എൻ്റെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ചെയ്തതാണ്. ബിസിനസ് കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് എൻ്റെ ബിസിനസ് എങ്ങനെ ഡിജിറ്റലൈസേഷൻ ചെയ്യാമെന്നുള്ള ഇതിലാണ്. അതുപോലെ തന്നെ ഞാൻ സ്പിരിച്വൽ കോച്ചിങ് എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എൻലൈറ്റ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ ഇന്നർ പവർ പഠിക്കാൻ വേണ്ടി. അപ്പം ഓരോ ഏരിയ ഉണ്ട് നമ്മുടെ സൈക്കോഗ്രാഫിക്, അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനും എന്താണോ വേണ്ടത് അതനുസരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെഗ്മെന്റേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ ആണ്. സോ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാരുടെ ബിഹേവിയർ ആണ്. അതായത് ചില ആളുകൾ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ചില ആളുകൾ ഫ്രീ സാമ്പിൾസ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. അവർക്ക് അത് കൂടുതലായിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. അവരെന്തായിരിക്കും ഒരു ബിഹേവിയറൽ സെഗ്മെന്റ്, എവിടെയൊക്കെ ഫ്രീ കിട്ടോ അവിടെ എല്ലാം അവരെന്തായിരിക്കും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും. കൂടുതലായിട്ട് അവരെന്ത് ചെയ്യത്തില്ല, പൈസ അവർക്ക് വേണ്ടി അവർ കൊടുക്കാറില്ല. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് എവിടെയെങ്കിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ വൺ ബൈ അല്ല ഗെറ്റ് വൺ ബൈ വൺ എന്ന് പറഞ്ഞ ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ പറയുമ്പോൾ ആ ഫ്രീ അല്ലെങ്കിൽ ആ ഒരു ടൈം വരുമ്പോൾ മാത്രമായിരിക്കും ആൾക്കാർ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നത്. അപ്പം അതാണ് ബിഹേവിയറൽ സെഗ്മെന്റേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സെഗ്മെന്റേഷനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സെഗ്മെന്റേഷൻ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇതനുസരിച്ചുകൊണ്ട് നിങ്ങൾ സെഗ്മെന്റേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ നിങ്ങൾ ബിസിനസ് സെഗ്മെന്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക? സെഗ്മെന്റ് ചെയ്യുക. നിങ്ങൾ ഏജ് നോക്കുക, ഈ ഏജിനാണോ നിങ്ങൾ പ്രോഡക്റ്റ് കൊടുക്കുന്നതെന്ന് നോക്കുക, അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതെന്ന് നോക്കുക. ദെൻ അതുപോലെ നിങ്ങളുടെ ജോഗ്രഫിക്ക് എടുക്കുക, പിന്നെ സൈക്കോഗ്രാഫിക്ക് എടുക്കുക, അതുപോലെ ബിഹേവിയർ എടുക്കുക. ഈ 4 കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിന് എന്ത് ചെയ്യുക? മാറ്റുക. അതായത് ഇവിടെ നിന്നല്ല, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ബിസിനസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ടൈപ്പ് ചെയ്യുക.